ചെകുത്താന്റെ എപ്പിസോഡ് 37ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കഥ കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. കഥ തുടങ്ങുമ്പോൾ നിക്കിയെ കാണുന്ന പീയൂഷ് നിക്കിയുടെ അടുത്ത് പോകാൻ ശ്രമിക്കുമ്പോൾ സുമിത്ര പീയൂഷിനെ തടയുകയാണ്. എന്നിട്ട് നിക്കിയെ നോക്കി അത് നിക്കിയല്ല രക്ഷസ് ആണെന്ന് പറയുകയാണ്. സുമിത്ര പറയുന്നതൊന്നും കേൾക്കാതെ പീയൂഷ് നിക്കിയുടെ അടുത്ത് പോകുമ്പോൾ നിക്കി പീയൂഷിന്റെ കഴുത്തിൽ പിടിച്ച് പൊക്കുകയാണ്. അത് കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. നിക്കി പീയൂഷിന്റെ കഴുത്തിൽ പിടിവിടുമ്പോൾ നിക്കി ബോധം കെട്ടി വീഴുകയാണ്. അത് കാണുന്ന പീയൂഷ് നിക്കിയുടെ അടുത്ത് പോയി നിക്കിയെ വിളിക്കുകയാണ്. നിക്കി വിളിച്ചിട്ട് കണ്ണു തുറക്കാത്തത് കാണുന്ന പീയൂഷ് അലറി വിളിച്ച് കരയുകയാണ്. മറുവശത്ത് ഇതെല്ലാം കാണുന്ന മാലിക് ഇവിടെ എന്താണ് നടക്കുന്നത്, എന്റെ പ്രഷ്യസ് നിക്കിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് കിണറ്റിലെ ഭൂതത്തിനോട് മാലിക് നിക്കിയിൽ എപ്പോഴും ഒരു കണ്ണ് വേണമെന്ന് പറയുകയാണ്. ശേഷം പാലസിൽ നിക്കി കണ്ണ് തുറക്കുന്നതും നോക്കി നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ പീയൂഷിന്റെ അച്ഛൻ പീയൂഷിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് പീയൂഷിനോട് നിക്കിക്ക് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം നീയാണ്. ഇപ്പോൾ നിക്കിയുടെ ശരീരത്തിൽ നിന്ന് മായ പോയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിക്കി രക്ഷസായി മാറിയാലോ എന്നൊക്കെ പീയൂഷിന്റെ അച്ഛൻ പറയുന്നത് കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് പീയൂഷ്. ഈ സമയം നിക്കിയുടെ അടുത്തിരുന്ന് സുമിത്ര നിക്കിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണ് നിക്കിയെ മരുമക്കളുടെ ലോകത്തേക്ക് കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് സുമിത്ര വിഷമിച്ചിരിക്കുമ്പോൾ കണ്ണു തുറക്കുന്ന നിക്കി സുമിത്രയെ ഉപദ്രവിക്കുകയാണ്. സുമിത്രയുടെ നിലവിളി കേട്ട് അവിടേക്ക് എല്ലാവരും വരികയാണ്. എന്നിട്ട് എല്ലാവരും നിക്കിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. നിക്കി സുമിത്രയെ കൊല്ലുമെന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. ഇതെല്ലാം കിണറ്റിലെ ഭൂതൻ വഴി മാലിക് കാണുകയാണ്. നിക്കി രക്ഷസായത് അറിഞ്ഞ് മാലിക്കിന് സന്തോഷം തോന്നുകയാണ്. എനിക്ക് വിവാഹം കഴിക്കാൻ അനുയോജ്യമായി രക്ഷസായി നിക്കി മാറി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് മാലിക്. ഈ സമയം നിക്കിയുടെ ബോധം പോവുകയാണ്. കുറച്ചു കഴിഞ്ഞ് ബോധം വരുന്ന നിക്കി എനിക്ക് എന്താണ് സംഭവിച്ചത് പീയൂഷ്, എന്നെ രക്ഷിക്ക് പീയൂഷ് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പെട്ടെന്ന് നിക്കി രക്ഷസായി മാറി കട്ടിലിൽ കയറി നിന്ന് അലറി വിളിക്കുകയാണ്. നിക്കി എല്ലാവരെയും നോക്കി നിങ്ങളെ എല്ലാവരെയും ഞാൻ വേദനിപ്പിച്ച് ഉപദ്രവിച്ചും കൊല്ലും എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ഐലൻഡിൽ നിൽക്കുന്ന നിക്കിയെ പീയൂഷും പ്രതീക്ഷയും കൂടി പിടിച്ച് കട്ടിലിൽ കെട്ടിയിടുകയാണ്. അപ്പോഴും എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് നിക്കി. കുറച്ചു കഴിയുമ്പോൾ അവിടേക്ക് മന്ത്രവാദി വരികയാണ്. മന്ത്രവാദി നിക്കിയുടെ മുമ്പിൽ നിന്ന് മന്ത്രങ്ങൾ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യം വരുന്ന നിക്കി അലറി വിളിക്കുകയാണ്. അപ്പോൾ കട്ടിൽ പൊങ്ങുകയാണ്. അത് കണ്ട് പേടിച്ച് വീഴുകയാണ് മന്ത്രവാദി. എന്നിട്ട് നിക്കി കെട്ട് അഴിച്ച് കട്ടിലിൽ നിന്നുകൊണ്ട് അലറി വിളിക്കുകയാണ്. അത് കഴിഞ്ഞ് നിക്കി മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് മന്ത്രവാദിയോട് നിങ്ങൾ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്ന് ചോദിച്ച് അലറി വിളിച്ചിട്ട് കൈകൊണ്ട് കട്ടിൽ പൊക്കുകയാണ്. എന്നിട്ട് ദേഷ്യം വന്ന് അലറി വിളിക്കുന്ന നിക്കി മന്ത്രവാദിയുടെ കാലിൽ പിടിച്ച് വലിക്കുകയാണ്. അത് കണ്ട് പേടിച്ച് നിലവിളിക്കുന്ന മന്ത്രവാദിയെ എല്ലാവരും കൂടി സഹായിക്കുകയാണ്. നിക്കിയുടെ പിടിയിൽ നിന്ന് എല്ലാവരും കൂടി മന്ത്രവാദിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നിക്കിയുടെ പിടിയിൽ നിന്ന് അവസാനം രക്ഷപ്പെടുകയാണ് മന്ത്രവാദി. നിക്കി എല്ലാവരെയും നോക്കി നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല, ഞാൻ രക്ഷസാണ് എന്ന് പറയുന്നത് കേട്ട് എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കേൾക്കുന്ന മാലിക് എന്റെ പ്രഷ്യസ് ആണ് നിക്കി, ഈ ലോകത്തിൽ എന്നെ സ്വന്തമാക്കാൻ അർഹതയുള്ള നിനക്കാണ് നിക്കി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്ന് എന്റെ റാണിയെ നേരിട്ട് കാണണം എന്ന് പാലസിൽ പോയി പറയാൻ കിണറ്റിലെ ഭൂതത്തിനോട് പറയുകയാണ് മാലിക്. അത് കേൾക്കുന്ന കിണറ്റിലെ ഭൂതം അവിടെ നിന്ന് പോകുന്നു. ഈ സമയം പാലസിൽ മന്ത്രവാദി എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, ഞാൻ ഭൂതത്തിനെയും പിശാചിനെയും പ്രേതത്തിനെയും ഒഴിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മന്ത്രവാദി അവിടെ നിന്ന് പോകുന്നു. അത് കേട്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ് പീയൂഷിന്റെ അച്ഛൻ. അപ്പോൾ അവിടേക്ക് കിണറ്റിലെ ഭൂതം വരികയാണ്. മാലിക്കിനെ നിക്കിയെ കാണണമെന്ന് പറഞ്ഞു എന്ന് കിണറ്റിലെ ഭൂതം പറയുകയാണ്. അത് കേട്ട് എല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. മാലിക് നിക്കിയെ കാണണമെന്ന് പറഞ്ഞത് എന്തിനായിരിക്കും, നിക്കി ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കാനായിരിക്കും എന്നൊക്കെ പറയുകയാണ് എല്ലാവരും. അത് കേൾക്കുന്ന പീയൂഷ് നിക്കി ഒരിടത്തും പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന സമയം അവിടേക്ക് നിക്കി വരികയാണ്. എന്റെയും മാലിക്കിന്റെയും ഇടയിൽ ആര് വന്നാലും ഞാൻ അവരെ വെറുതെ വിടില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് സുമിത്രയോടും ആരോഹിയോടും മാലിക്കിന്റെ അടുത്ത് പോകാൻ വേണ്ടി റെഡി ആകാൻ അവരോട് വരാൻ പറഞ്ഞിട്ട് നിക്കി പോകുമ്പോൾ സുമിത്രയും ആരോഹിയും പുറകെ പോകുന്നു. ഇതെല്ലാം കിണറ്റിലെ ഭൂതം വഴി മാലിക് കാണുകയാണ്. അവിടെ നടന്നതെന്ന് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് പീയൂഷ്. തുടർന്ന് നിക്കി ഒരുങ്ങുകയാണ്. നിക്കി റാണിയെ പോലെ ഒരുങ്ങി വരുന്നത് കാണുന്ന പീയൂഷ് വിഷമത്തോടെ നിൽക്കുകയാണ്. നിക്കി പോകുന്നത് കാണുന്ന പീയൂഷ് കരയുകയാണ്. നിക്കി കിണറ്റിലെ ഭൂതത്തിന്റെ കൂടെ അവിടെ നിന്നും പോകുന്നു. ശേഷം പഴയ പാലസിലേക്ക് പോവുകയാണ് നിക്കി. പാലസിന്റെ എല്ലാ വാതിലും തുറന്ന് നിക്കിയെ സ്വീകരിക്കുകയാണ് മാലിക്. നിക്കിയുടെ പുറത്ത് കറുത്ത പൂക്കൾ എറിഞ്ഞ് നിക്കിയെ വരവേൽക്കുകയാണ് മാലിക്. അവസാനം മാലിക്കിന്റെ അടുത്ത് വരികയാണ് നിക്കി. മാലിക് ഒരു മറയുണ്ടാക്കി അതിന്റെ അകത്താണ് നിൽക്കുന്നത്. അത് കാണുന്ന നിക്കി എന്റെ മുമ്പിൽ വരാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഞാൻ നേരിട്ട് എന്റെ പ്രഷ്യസിന്റെ മുമ്പിൽ വരുമെന്ന് പറയുമ്പോൾ നിക്കി ഞാൻ ഇനി എന്റെ മാലിക്കിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന മാലിക് അമാവാസിയിലെ എന്റെ രണ്ടാമത്തെ ചടങ്ങായ വേതാളത്തിന്റെ അസ്ഥി കൂടെ നിക്കി എനിക്ക് വേണ്ടി കൊണ്ടുവരണം എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി ഞാൻ എന്റെ മാലിക്കിന് വേണ്ടി ഈ ചടങ്ങ് സന്തോഷത്തോടെ ചെയ്യുമെന്ന് പറയുകയാണ്. അത് കേട്ട് സന്തോഷം തോന്നുന്ന മാലിക് നീ എനിക്ക് വേതാളത്തിന്റെ അസ്ഥി കൂടെ എടുത്തുകൊണ്ട് വന്നാൽ ഞാൻ നിന്നെ ഈ ഫോറൻകെട്ടിലെ റാണിയാക്കുമെന്ന് പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നിക്കി. മാലിക് പറയുന്നത് കേട്ട് മാറി നിന്ന് കേൾക്കുന്ന സൗദാമിനി വിഷമിച്ച് നിൽക്കുകയാണ്. നിക്കി ഒരിക്കലും ഫോറൻകെട്ടിലെ റാണിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സൗദാമിനി. ഈ സമയം പാലസിൽ നിക്കി എന്തിനായിരിക്കും മാലിക് വിളിച്ചത് എന്ന് എല്ലാവരും കൂടി ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ അവിടേക്ക് നിക്കി വരികയാണ്. എന്നെ കുറിച്ചാണോ നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് സുമിത്രയുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ സഹായം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിക്കിയിൽ നിന്നും രക്ഷസായി മാറിയതെന്ന് പറയുകയാണ്
പറയുകയാണ് നിക്കി എല്ലാവരെയും അടുത്ത് പോയി എല്ലാവരെയും പേടിപ്പിക്കുകയാണ്. പീയൂഷിന്റെ അടുത്ത് പോകുന്ന നിക്കിയോട്, പീയൂഷ് എനിക്കറിയാം നീ എന്റെ നിക്കിയാണ്, എന്റെ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്ന നിക്കി ഇപ്പോൾ എന്റെ സ്നേഹം മാലിക്കാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പീയൂഷ്, നിക്കി നീ മറന്നുപോയോ, മാലിക് നിന്റെ വെറുപ്പാണ്, ഞാൻ നിന്റെ സ്നേഹമാണ്. ഇത് കേൾക്കുന്ന നിക്കി ദേഷ്യത്തോടെ എനിക്ക് മാലിക്കിനോട് മാത്രമേ സ്നേഹമുള്ളൂ, ഞാൻ മാലിക്കിന് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അലറി വിളിക്കുകയാണ് നിക്കി. പിന്നെയും പീയൂഷ് നിക്കിയോട് സംസാരിക്കാൻ പോകുന്നത് കാണുന്ന എല്ലാവരും കൂടി പീയൂഷിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. എല്ലാവരും പോകുന്നത് കാണുന്ന നിക്കി മാലിക് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. നിക്കി രക്ഷസാണോ അല്ലയോ എന്ന് അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്